നല്ല വീതിയുള്ള മെയിൻ റോഡ് ഫ്രണ്ടേജിൽ വെറുതെ വീതിയുള്ളതെന്ന് പറഞ്ഞാൽ പോരാ 9 മീറ്റർ വീതിയുള്ള മെയിൻ റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ടോട്ടലായിട്ട് 5 സെൻറ്റിൽ 2500 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു 4 ബെഡ്റൂം ഫുള്ളി ഫേർണിഷ്ഡ് ആയിട്ടുള്ള വീടാണ്. ഫുള്ളി ഫേർണിഷ്ഡ് എന്ന് പറഞ്ഞാൽ സോഫ, ഡൈനിങ് ടേബിൾ, കട്ടിൽ തുടങ്ങി എല്ലാവിധ ഫർണിച്ചറും അടങ്ങുന്ന പൂർണ്ണമായിട്ടും ഇഷ്ടികയിലും തേക്കും തടിയിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ടെക്നോ പാർക്ക് ബേസ് ചെയ്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് സ്വന്തമാക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് കുറ്റ്യാണിക്ക് സമീപമാണ്. MC റോഡിൽ നിന്നും നമ്മുടെ അപ്പുറത്ത് ശ്രീകാര്യം അല്ലെങ്കിൽ പോത്തങ്കോട് കാര്യവട്ടം സൈഡിൽ നിന്നൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻ. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ കുറ്റ്യാണി ജംഗ്ഷനിൽ നിന്ന് ഞാണ്ടൂർക്കോണം പോകുന്ന റൂട്ട് ഏകദേശം ഒരു 600 മീറ്റർ വരുമ്പോൾ ഇടതുവശത്തായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഈസിലി ഐഡന്റിഫൈ ചെയ്യാം. മുൻവശം നോക്കിയേ, ഇവിടെ ആയിട്ട് കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഈ ഭാഗത്തായിട്ട് നമുക്ക് വീണ്ടും ഒരു വണ്ടി കയറ്റി പാർക്ക് ചെയ്യാം. നമുക്കിനി അകത്തേക്കുള്ള ദൃശ്യം കാണാം. നല്ല രസമായിട്ടാണ് ഇന്റീരിയർ ഒക്കെ ചെയ്തിരിക്കുന്നത്. നമ്മുടെ മുൻവശമൊക്കെ നല്ല രസമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. മുൻവശത്തുള്ള വാതിൽ, കട്ടില എല്ലാം വരുന്നത് തേക്കും തടിയിലാണ്. നേരെ കയറി വരുമ്പോൾ നമ്മുടെ ഒരു ലിവിങ് സ്പേസ് ആണ്. ഇതാ ഈ ഭാഗത്തായിട്ട് സോഫയെല്ലാം ഓൾറെഡി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നും വാങ്ങേണ്ടി വരത്തില്ല. ഇതാ ഇവിടെ നമ്മുടെ TV യൂണിറ്റ് സജ്ജീകരിക്കാം. അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് വീണ്ടും ഒരു കോമൺ സ്പേസ് ഇങ്ങനെ കിട്ടും. ഡൈനിങ് വരുന്നത് ആ ഭാഗത്തായിട്ടാണ്. ഡൈനിങ്ങിൽ ഓൾറെഡി നമുക്ക് ഡൈനിങ് ടേബിൾ എല്ലാം വാങ്ങിയിട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാ വെച്ചാൽ പുള്ളിയുടെ മകൾക്ക് വേണ്ടി എന്നുള്ളൊരു ഐഡിയയിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അവരിവിടെ താമസിക്കുന്നില്ല, അവർ വേറെ സ്ഥലത്തേക്ക് മാറുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വന്നിട്ടുള്ളത്. അപ്പോൾ അതായത് സ്വന്തം ആവശ്യത്തിന് വേണ്ടി തന്നെ നിർമ്മിച്ചിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഇത് നമ്മുടെ കിച്ചൺ സ്പേസ് ആണ്. ഫുള്ളായിട്ട് മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പുറത്തേക്ക് വരുമ്പോൾ നമ്മുടെ വർക്ക് ഏരിയ എന്ന് പറയാൻ പറ്റത്തില്ല, ശരിക്കും കിച്ചൻ്റെ അത്രയും തന്നെ സ്പേസ് വരുന്ന വലിയൊരു സ്പേസ് ആണ്. ഇനി പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് വീണ്ടും ഒരു വർക്ക് ഏരിയ സ്പേസ് വരുന്നുണ്ട്. എന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു 2 കിച്ചണും വർക്ക് ഏരിയ എന്ന് പറയാം. ഇവിടെ ആയിട്ട് പുകയെടുപ്പ് സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ശരിക്കും ഈ പുകയെടുപ്പൊന്നും ഇപ്പോഴത്തെ വിൽക്കാൻ വേണ്ടി വെക്കുന്ന വീടുകളിൽ ഇതൊന്നും ചെയ്യത്തില്ല. ഇവിടെ നോക്കിയേ, ഇവിടെ ആയിട്ട് നമുക്ക് തുണി നനയ്ക്കാനുള്ള സൗകര്യം, നമ്മുടെ ഈ പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം, ഇവിടെ തന്നെ ഒരു വാഷ് ബേസിനും കാര്യങ്ങളും എല്ലാം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ വീട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള പൈപ്പ് ഫിറ്റിങ്സ് ഇതെല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ് ആണ്. ഇപ്പം വാഷ് ബേസിനും പൈപ്പും എല്ലാം തന്നെ ജാഗ്വാർ ആണ്. താഴത്തെ നിലയിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള 2 ബെഡ്റൂം വരുന്നുണ്ട്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് പൂർണ്ണമായിട്ട് ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എല്ലാ റൂമുകളിലും നമുക്ക് ഇതുപോലെ കബോർഡ് കാണാൻ സാധിക്കും. നീറ്റ് ആയിട്ടുള്ള കബോർഡ് വർക്ക് എല്ലാ റൂമുകളിലും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിലായാലും കട്ടില്, മെത്ത എല്ലാ സാധനങ്ങളും ഓൾറെഡി അവൈലബിൾ ആണ്. ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ, ഇവിടെ ആയിട്ട് കബോർഡ് സൗകര്യം. ബാത്റൂമിനകത്തുള്ള ഫിറ്റിംഗ്സ് എല്ലാം മുന്നേ പറഞ്ഞതുപോലെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റേഴ്സ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത് GA ഒരു ഫ്രെയിമും അതിനുശേഷം തേക്കിന്റെ വുഡൻ തടികൾ, അതായത് ഇത്രയും കട്ടിയുള്ള നല്ല തടികൾ ഇട്ടിട്ടാണ് ഈ സ്റ്റേഴ്സ് എല്ലാം ചെയ്തിട്ടുള്ളത്. മേളിൽ കയറി വരുമ്പോൾ ഇവിടെ നമുക്കൊരു കോമൺ സ്പേസ് കണക്ക് വരും. ഈ കോമൺ സ്പേസിൽ നിന്ന് ഇങ്ങനെ വലിയൊരു ബാൽക്കണി ഏരിയയിലേക്ക് എൻട്രൻസ് വരും. നമ്മുടെ ബെഡ്റൂംസ് എല്ലാം ഈ ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. മേളത്തെ നിലയിലും 2 വലിയ ബെഡ്റൂംസ് കാണാം. ഇതിനകത്ത് ഓൾറെഡി കട്ടില്, AC എല്ലാ സൗകര്യങ്ങളും ഇൻസ്റ്റാൾഡ് ആണ്. ഈ ഭാഗത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു ചുമര് ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ബാത്റൂമിനകത്ത് ഫിറ്റിംഗ്സ് എല്ലാം ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ്. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു കോമൺ ഏരിയ കിട്ടുന്നുണ്ട്. ഇതാണ് 2ാമത്തെ ബെഡ്റൂം. ബാക്കിയെല്ലാം സെയിം ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ ഒരു റൂമിന്റെ അതേ കണക്ക് തന്നെയാണ്. ഇതുപോലെ കട്ടില്, ഓൾറെഡി AC എല്ലാ സൗകര്യങ്ങളും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫുള്ളായിട്ട് കബോർഡ് കാണാം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ ഓപ്പൺ ടെറസ് ഇതുപോലെ റൂഫ് ചെയ്ത് കവർ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് ടെറസിലേക്ക് എൻട്രി വരുന്നത്. ഈ ഭാഗത്ത് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം. ഇവിടെ ആയിട്ട് വീണ്ടും തുണി നനയ്ക്കാനായിട്ട് ഒരു കല്ലും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ചോ. ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില 1,05,00,000 രൂപയാണ്. ഞാൻ വെച്ചാൽ ഓർത്താണ്, അത്രയ്ക്കുള്ള വർക്ക് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത്രയും കാര്യങ്ങൾ വിൽക്കാൻ വേണ്ടി വെക്കുന്ന വീടുകളിൽ ഇതുപോലെയൊന്നും ആരും ചെയ്യത്തില്ല കേട്ടോ. ഇത് അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവർ ചെയ്തതാണ്. എന്നിട്ട് പിന്നീട് മകൾക്ക് വേറെ ആവശ്യത്തിന് പോകുന്നത് കൊണ്ടാണ് ഈ പ്രോപ്പർട്ടി ഇപ്പം വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലാക്കുക.